രാത്രി നല്ലതുപോലെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കൂടൊക്കെ തുറക്കുന്നതിന് മുമ്പ് കുറച്ച് ഭാഗത്തെ മഞ്ഞൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ മഞ്ഞ് വീണ് ഉടനെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇത് ഇതുപോലെ പൂ പോലെ ഇനി വരും. അതിൻ്റെ പുറത്തൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ചെയ്യാൻ വലിയ പാടാണ്. ബാക്കിയുള്ള സ്ഥലത്തെ മഞ്ഞൊക്കെ അവിടെ ഇട്ടേക്കും. ഇനിയിപ്പോൾ സ്പ്രിങ് ആകുമ്പോൾ അത് തനിയെ വെള്ളമായി അങ്ങ് പൊയ്ക്കോളും. പ്ലൂട്ടോയ്ക്ക് മാത്രമാണ് ഇവിടെ മഞ്ഞ് ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ദിവസവും അവനെ ഇങ്ങനെ കുറച്ച് നേരം മഞ്ഞിൽ കുളിപ്പിക്കും, ഒന്ന് തണുക്കട്ടെ. ഇന്ന് രാവിലെ ഇവിടെ പള്ളിയിൽ നിന്ന് കരോളുകാർ വരും. അതുകൊണ്ട് വേഗം ജോലി തീർക്കണം. താറാവിനൊക്കെ കിടക്കാനുള്ള സ്ഥലത്ത് കുറച്ചൊക്കെ ഒന്ന് വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലേ അവർക്ക് തണുപ്പിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ കൂട്ടിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കൂടെല്ലാം എപ്പോഴും വൃത്തികേടായിട്ട് കിടക്കും. ഹീറ്റർ ഇട്ടിട്ടും വെള്ളത്തിൻ്റെ പാത്രം ഐസായിട്ടിരിക്കുന്നത് കണ്ടോ. പിന്നെ അതെല്ലാം ചവിട്ടി പൊട്ടിച്ച് കളയണം ഐസെല്ലാം. എന്നിട്ട് വെള്ളം നിറച്ച് വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് തീറ്റ കൊണ്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഹീറ്റഡ് വാട്ടർ പൈപ്പൊന്നും വർക്ക് ചെയ്യുന്നില്ല ഈ തണുപ്പത്ത്. അതുകൊണ്ട് അകത്തു നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ട് വരണം. ഇന്നിവിടെ നല്ല തണുപ്പാണ്. -20 -22 ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഹീറ്ററിൽ ഒരു പാത്രം വെള്ളം വയ്ക്കും. ബാക്കി വെക്കുന്ന വെള്ളം ചിലപ്പോൾ ഐസായി പോവും. അതുങ്ങളിൽ വെള്ളം പെട്ടെന്ന് കുടിച്ച് തീർക്കുകയാണെങ്കിൽ ഓക്കെയാണ്. എല്ലാവരും ഇറങ്ങി വരുന്നത് കണ്ടോ. ഇവരുടെ കൂട്ടിനകത്ത് ഇൻസുലേറ്റഡ് ആണ്. പിന്നെ ഞാൻ മരപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് കൂട്ടിനകം എപ്പോഴും ഡ്രൈ ആയിരിക്കും. കുറച്ച് നേരമൊക്കെ അവർ കൂട്ടിൽ നിൽക്കും. പിന്നെ ഇത് എല്ലാവരും പുല്ലിൽ പോയി കിടക്കും. ഈ മഞ്ഞ് എത്രമാത്രം ഉണ്ടെന്ന് കണ്ടോ. ഇവിടെ ഇന്ന് ഞാൻ ക്ലിയർ ആക്കിയിട്ടില്ല. ഇത്രയും എൻ്റെ കാല് ഇത്രയും താഴ്ന്നു പോകുന്നത് കണ്ടോ. ഇത്രയും മഞ്ഞ് പെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞ് തീരുന്നത് വരെ കോഴികളൊന്നും ഇതിൻ്റെ പുറത്തൂടെയൊന്നും അങ്ങനെ നടന്നു പോവില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാതെ അവിടെ തന്നെ കിടന്നോളും. എത്രയൊക്കെ നമ്മൾ ഗ്ലൗസ് ഇട്ടാലും കുറേ നേരം കഴിയുമ്പോൾ കൈ മരവിക്കും. അതുകൊണ്ട് കുറച്ച് തീയിട്ടു ഞാൻ കോഴിക്കൂട്ടിൻ്റെ അടുത്ത്. എന്നിട്ട് കൈയൊക്കെ ഒന്ന് ചൂടാക്കി, എന്നിട്ടേ ബാക്കി ജോലി ചെയ്യാൻ പറ്റും. ആടിൻ്റെ പുല്ലിലെല്ലാം മഞ്ഞ് കയറി കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ മഞ്ഞിങ്ങനെ കിടക്കുന്നത് കൊണ്ട് പുല്ലിനൊരു കുഴപ്പവും പറ്റില്ല. അത് പുല്ല് നനയൊന്നുമില്ല. മഞ്ഞിങ്ങനെ തൂത്ത് കളഞ്ഞാൽ മതി നമ്മൾ. പക്ഷേ ചൂട് വരുമ്പം ഈ മഞ്ഞ് അലിഞ്ഞു പോകുമ്പോഴാണ് ഈ പുല്ല് നനയുന്നത്. ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ആടിനിട്ട് കൊടുക്കാം. അവരെല്ലാം വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇനി കൂട്ടിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം ഗർഭിണികളായതുകൊണ്ട് ഞാൻ കൂട്ടിനകത്ത് തന്നെ അധികം അവർ നിർത്താൻ നോക്കും. പുറത്ത് നിർത്തിയാൽ അറിയാതെ എങ്ങാനും പ്രസവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ടർക്കി എന്നെ അന്വേഷിച്ച് വന്നു. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ നിന്ന് ഈ ടർക്കി വരും. സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ, എങ്ങനെയെങ്കിലും എന്നെ കൊത്തണം, ആ ഒരു ചിന്തയേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.